ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് ആണ്. അതിലെന്താണ് കമ്പനി, ആ കമ്പനിയുടെ ഡെഫിനിഷൻ എന്താണ്, മീനിങ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ദ കമ്പനീസ് ആക്ട് 2013 defined a company means a company incorporated under this act or under any previous company law. ഇതെന്ന് പറയുന്നത് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത, ഇൻകോർപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയോ അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനിയിലോ പറഞ്ഞാൽ കമ്പനി ആക്ട് 1956 പ്രകാരമോ അല്ലെങ്കിൽ മുന്നത്തെ കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഏതൊരു സ്ഥാപനത്തിനെയും അല്ലെങ്കിൽ കമ്പനിയെയും നമ്മൾ കമ്പനി എന്നാണ് പറയാം. മീനിങ് നോക്കുകയാണെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഇസ് എ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ, ഇൻവിസിബിൾ, ഇൻടാഞ്ചിബിൾ ആൻഡ് എക്സിസ്റ്റിംഗ് ഓൺലി ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമപ്രകാരം ഇൻവിസിബിൾ ആയിട്ടും അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടും ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടും ഉള്ള ഏതൊരു സ്ഥാപനത്തിനെയും നമ്മൾ കമ്പനി എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്പനിക്കുള്ളത്? ഫസ്റ്റ് കൊണ്ടുവന്നത് വോളണ്ടറി അസോസിയേഷൻ. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യുക, കമ്പൽ ചെയ്തിട്ട് വരുത്തുന്നില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ വരുന്നു, വോളണ്ടറി ആയിട്ട്. രണ്ടാമത്തെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി വേറെയാണ്, മെമ്പർ വേറെയാണ്, രണ്ട് പേർക്കും രണ്ട് ലൈഫാണ് ഉള്ളത്. അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് പെർപ്പച്വൽ സക്സഷൻ. കമ്പനിക്ക് അതിൻ്റേതായ എന്തുണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. പെർപ്പച്വൽ സക്സഷൻ്റെ വേറെ എന്താണ് പറയുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. നമ്മൾ ഒരിക്കലും കമ്പനി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല, ഡെത്ത് ആവുന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മെമ്പേഴ്സിന് വളരെ ലിമിറ്റഡ് ആണ്. ഒരിക്കലും കമ്പനിയും മെമ്പേഴ്സും ഒരേതല്ല, രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. കമ്പനിക്ക് എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിനായിക്കോട്ടെ ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ക്യാരക്ടറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനിക്ക് അവരുടെ ഷെയർ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് ഈസി ആയിട്ട് ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആറാമത്തെ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ഒരു കമ്പനി എന്ന് പറയുന്നത് ബൈ ലോ പ്രകാരം ഉണ്ടാക്കിയതാണ്. ഒരിക്കലും അതെന്തല്ല നാച്ചുറൽ ബർത്തിലൂടെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല, ക്ലോത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനില്ല. അത് ലോ പ്രകാരം അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ കമ്പനി എന്നുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ സീലാണ് ഉള്ളത്. കോമൺ സീൽ എന്ന് പറയുന്നത് എല്ലാ കമ്പനികൾക്കും എന്തുണ്ടാവും, അതിൻ്റേതായ എന്തുണ്ടാവും, സീൽ എന്ന് പറയുന്നത് ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. കമ്പനിക്ക് അങ്ങോട്ട് കേസ് കൊടുക്കാനും, സ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കേസ് കൊടുക്കാനും അതുപോലെ തന്നെ കമ്പനിക്കെതിരെ കേസ് തരാനും പറ്റുന്നതാണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അടുത്തെന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും, ബൾക്കായിരിക്കും. കമ്പനിക്ക് ലാസ്റ്റ് സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, നമുക്ക് നിർത്താനുള്ള അവകാശമുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. കമ്പനിയുടെ ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ എന്താ പറയുക, വൈൻഡിങ് അപ്പ് എന്നുകൊണ്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ അണ്ടറിൽ ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് ഉണ്ടാക്കുക, ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല, ഒരു കമ്പനീസ് ആക്ട് പ്രകാരമോ ഒന്നും ആയിരിക്കില്ല. അതെന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് കിങ് ഓർ ക്വീൻ ആയിരിക്കാം, ക്രൗൺ ആയിരിക്കാം ഉണ്ടാക്കുക. അത് ഒരു രാജാവോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക കൂടുതലും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുകൊണ്ട് പറയുന്നത്. നമ്മുടെ മുന്നേ ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഫുൾ സമ്പത്തൊക്കെ സ്ഥാപിച്ച് എടുത്തു കൊണ്ടുപോയ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അവരൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നുള്ളൊരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടോ അല്ലെങ്കിൽ ആക്റ്റോ ഇവിടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിന് ശേഷം ഫോം ചെയ്യുന്ന കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ റെയിൽവേ എന്നുകൊണ്ട് പറയുന്നത്. അതുപോലെ RBI, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം 2013 പ്രകാരമോ അല്ലെങ്കിൽ മുന്നത്തെ ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനിയെയും നമ്മൾ എന്ത് പറയുന്നു,
രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അതുപോലെ അൺലിമിറ്റഡ് കമ്പനി എന്ന്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് എങ്ങനെയായിരിക്കും ലയബിലിറ്റി, അവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ലിമിറ്റഡ് ആയിട്ടാണ് വരിക. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ലയബിലിറ്റി എന്നൊരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്, ഗ്യാരണ്ടി എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അതിന് ശേഷമാണ് നമുക്ക് ലയബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലിമിറ്റഡ് ആയിരിക്കില്ല ഒരിക്കലും. എങ്ങനെയായിരിക്കില്ല, ഗ്യാരണ്ടിയോ ആയിരിക്കില്ല, അത് ഉണ്ടല്ല, എന്താണോ നമുക്ക് തന്ന് വരുന്ന ലയബിലിറ്റി അത് നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്നേ ഉള്ളൂ. ഇനി ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. മൂന്നാമത്തെയാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിനനുസരിച്ച് നമ്മൾ കമ്പനികളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം നമ്പർ അറ്റ്ലീസ്റ്റ് 2 person എങ്കിലും ആ കമ്പനിയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ കമ്പനി എന്ന് പറയുന്നത് മെയിനായിട്ട് എങ്ങനെയായിരിക്കണം, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെയുള്ള കമ്പനികളെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. മെയിനായിട്ട് പ്രൈവറ്റ് കമ്പനിക്ക് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഷെയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ് നമ്മൾക്ക് പുറത്തോട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറെ ഒരു എക്സംഷൻ എന്ന് പറയുന്നത് എന്താ, അറ്റ്ലീസ്റ്റ് 1 person കമ്പനിയാണെങ്കിൽ 1 ഒരു പേഴ്സൺ മതി. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 200 മെമ്പേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കമ്പനിയാണ് നമ്മുടെ പബ്ലിക് കമ്പനി എന്നുകൊണ്ട് പറയുന്നത്. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളെയും നമ്മൾ എന്ത് പറയുന്നു, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും, 5 lakhs ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും, പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ 51% കൂടുതലും ഗവൺമെൻറ് അല്ല, ഒരു ഏജൻസിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റിയുടെ അണ്ടറിലോ ആണെങ്കിൽ അതിന് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയും. മൂന്നാമത്തെ കമ്പനിയാണ് നമ്മൾ 1 person കമ്പനി. ഇത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം വന്നതാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. 1 person കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ കമ്പനിയിൽ ആകെ ഒരൊറ്റൊരു പേഴ്സണേ ഉണ്ടാവുള്ളൂ. അവിടെ എങ്ങനെയായിരിക്കും 1 person കമ്പനി എന്ന് പറയുന്നത്, ആ ഒരു പേഴ്സൺ മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന കമ്പനിയാണ് 1 person കമ്പനി. ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. അതിന് OPC എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവുകയാണ്. അതിലെന്താ വെച്ച് പറഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ എണ്ണം ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 മെമ്പേഴ്സേ വേണ്ടുള്ളൂ. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ അത് 7 ആവണം. മാക്സിമം നമ്പറാണ് പ്രൈവറ്റിലെങ്കിൽ 20. മാക്സിമം അവിടെ എന്തില്ല, പബ്ലിക് കമ്പനിന് ലിമിറ്റ് ഇല്ല. ഇനി പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഒരിക്കലും പബ്ലിക്കിൻ്റെ അടുത്ത് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാൻ പറ്റില്ല. പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിക് കമ്പനിക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഷെയർസ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി 2ഉം പബ്ലിക് കമ്പനി 3ഉം ആണ്. പ്രോസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിക്ക് നിർബന്ധമില്ല, പബ്ലിക് കമ്പനിക്ക് പക്ഷെ നിർബന്ധമാണ്. കോറംസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് മീറ്റിംഗ് പ്രൈവറ്റ് കമ്പനി കൂടുമ്പോൾ 2 പേരെങ്കിലും വേണം മിനിമം ആയിട്ട്. പബ്ലിക് കമ്പനിയിൽ അത് 5 ആണ്. മാനേജറിയൽ റെമ്യൂണറേഷൻ, അതിൽ കീ മാനേജറിയൽ പേഴ്സൺസ് ഉണ്ടാവും, നമ്മുടെ ചെയർമാന്, അതുപോലെ തന്നെ വേറെ മാനേജേഴ്സൊക്കെ ഉണ്ടാവും. അവർക്ക് റെമ്യൂണറേഷൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്ട്രിക്ഷൻസിനും ഇല്ല പ്രൈവറ്റ് കമ്പനിയിൽ. പക്ഷേ പബ്ലിക് കമ്പനിയിലാണെങ്കിൽ അതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്, പബ്ലിക് കമ്പനി എൻജോയ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പേരിൽ എന്ന് പറയുന്നത് കമ്പനിയുടെ പേരിൽ നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൂട്ടണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് ലിമിറ്റഡ് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് പ്രിവിലേജസ് ഒക്കെ ഉണ്ട് പ്രൈവറ്റ് കമ്പനിക്ക്. എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് 2 persons മതി, ക്യാപിറ്റൽ പ്രൈവറ്റ് ആയിരിക്കും, മിനിമം ഡയറക്ടേഴ്സ് 2 മതി, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല റെമ്യൂണറേഷന്. അതുപോലെ തന്നെ കോറംസ് എന്ന് പറയുന്നത് 2 persons മതി, റിട്ടയർമെൻറ്റ് നമുക്ക് റൊട്ടേഷനിൽ കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പ്രിവിലേജസിൽ വരും. ഇനി ബാക്ക് ടു അവർ
ക്ലാസിഫിക്കേഷൻ, നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഗവൺമെൻറ് കമ്പനിയും രണ്ടാമത്തെ നോൺ ഗവൺമെൻറ് കമ്പനിയും. ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, പബ്ലിക് എൻ്റർപ്രൈസസ് ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെൻറ് കമ്പനീസ് എന്നുകൊണ്ട് പറയുന്നത്. ഈ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. ആണെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കും അതെന്ത് ചെയ്യുക വരിക. 51% എങ്കിലും അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അണ്ടറിലായിരിക്കും. ഈ നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ വരുന്നില്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും അല്ല. അങ്ങനെയുള്ള കമ്പനികളെ നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ. കൺട്രോളിൻ്റെ ബേസിസിൽ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്നും സബ്സിഡറി കമ്പനി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു കമ്പനി അവർ എന്ത് ചെയ്യണം, വേറൊരു കമ്പനി എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്നും, ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോൾ ആരുടെ മേലെയാണോ ഉള്ളത് ആ കമ്പനിയെ നമ്മൾ എന്ത് പറയുന്നു, സബ്സിഡറി കമ്പനി എന്നും പറയുന്നു. ഈ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് നാഷണാലിറ്റി. രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്, നാഷണൽ കമ്പനി എന്നും ഫോറിൻ കമ്പനി എന്നും. നാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് നേഷനിലാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയെ നാഷണൽ കമ്പനി എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ നേഷൻ ഏത് ആക്ട് പ്രകാരമാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ, അങ്ങനെയുള്ള കമ്പനി. ഇനി ഫോറിൻ കമ്പനീസ് ആണെങ്കിൽ എന്താ, ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഫോറിൻ കമ്പനി എന്നുകൊണ്ട് പറയുന്നു. ഇതിന് പുറമേ നമുക്ക് കുറച്ച്, ഇതാണ് മെയിനായിട്ടുള്ള 6 ക്ലാസിഫിക്കേഷൻ. ഇതിന് പുറമേ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതർ ഫോംസ് ഓഫ് കമ്പനീസ് ആണ്. സ്മാൾ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ ടേൺ ഓവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറവാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നിട്ടുണ്ട് 10 കോടിക്ക് കൂടാനും പാടാത്ത കമ്പനിയെ സ്മോൾ കമ്പനി എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിനായിട്ട് ഇവിടെ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സ്റ്റാർട്ടപ്പായിട്ട് പുതിയതായിട്ട് തുടങ്ങുക അല്ലേ, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കമ്പനിയാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫാൻഡ് കമ്പനി. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സോ ഒന്നോ ഓപ്പറേഷൻസോ 2 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല എങ്കിൽ അതിനെ ഡിഫാൻഡ് കമ്പനി എന്ന് പറയുന്നു. ഡോർമെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ല. കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും ആക്റ്റീവ് അല്ല, അത് വൈൻഡിങ് അപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ എന്താണ്, ഇന്നാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡോർമാൻറ്റ് കമ്പനി. വർഷങ്ങളോളം ഇന്നാക്റ്റീവ് ആയിട്ട് വരുന്ന കമ്പനിയെ എന്ത് പറയുന്നു, ഡോർമെൻറ്റ് കമ്പനി എന്നാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസോസിയേഷൻ കമ്പനി ഉണ്ട്, ലിസ്റ്റഡ് കമ്പനി ഉണ്ട്. ഇതിൽ നമ്മൾ തന്നിട്ടില്ല, പക്ഷേ ലിസ്റ്റഡ് കമ്പനിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രകാരം ലിസ്റ്റ് ചെയ്യിക്കുന്ന കമ്പനിയെ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നു. അസോസിയേഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു അസോസിയേഷൻ പ്രകാരം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു കോമൺ ആയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയെ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിലൂടെ ചെയ്യുകയാണെങ്കിലാണ് അത് അസോസിയേഷൻ കമ്പനി എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടോ നടത്തുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനീസ് എന്ന് പറയുന്നത്. പിന്നെ നിധീസ് ഉണ്ടാകും, അതെന്ന് പറയുന്ന ഒരു സേവിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നടത്തുന്നതാണ് അത്. ലാസ്റ്റ് പോർഷനാണ് നമ്മുടെ കോർപ്പറേറ്റ് വെയിൽ. ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് കുഞ്ഞ പോർഷനാണ് തന്നിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു എസ്സേ ആയിട്ടാണ് കോർപ്പറേറ്റ് വെയിൽ എന്നുകൊണ്ട് വരുന്നത്. അതൊന്ന് ടെക്സ്റ്റ് നോക്കി പഠിക്കുക കേട്ടോ നിങ്ങൾ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ പേഴ്സൺ അവരുടെ മെമ്പേഴ്സിനെയും കമ്പനിയെയും വേർതിരിക്കുക. എന്താണ് കോർപ്പറേറ്റ്, എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറഞ്ഞില്ലേ, രണ്ടും വേറെ വേറെയാണ് എന്ന്, കമ്പനി വേറെയാണ് മെമ്പേഴ്സ് വേറെയാണ് എന്ന് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്നുകൊണ്ട് പറയുന്നത്. എന്ത് ചെയ്താലും എൻറ്റിറ്റി എന്ത് ചെയ്താലും അവരായിരിക്കും ലയബിളായിട്ട് വരും. കോർപ്പറേറ്റ് വെയിലാണ് ലയബിൾ, രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ് വെയിൽ എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. ഇതിൽ മെയിനായിട്ട് കോർപ്പറേറ്റ് വെയിലിൽ ലിഫ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ ലിഫ്റ്റിംഗ് ഒന്ന് ഞാൻ ഈ PPT-യിൽ ഇട്ടിട്ടില്ല, അതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളത്. അതൊന്ന് നോക്കിയായിട്ട് പോവാം കേട്ടോ. താങ്ക് യു.